സോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വൈബ് ഓൺ വീൽസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ദ മോസ്റ്റ് ഡെഡ്ലിയസ്റ്റ് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡെവിലിൻ്റെ കഥയാണ്, ദ NS200. അപ്പോൾ NS200-നെ സംബന്ധിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരുപാടൊന്നുമില്ല. ബജാജിന് വൈകി തോന്നിയ ഒരു ചെറിയൊരു നല്ല ബുദ്ധി, അതെ, ഇതിന് ആവശ്യത്തിലേറെ കണക്ടിവിറ്റി, അതേപോലെ ഫീച്ചർ റിച്ച് ആയിട്ട് ഇപ്പം വീണ്ടും ഔട്ടാക്കിയിരിക്കുകയാണ് വണ്ടി. അപ്പോൾ നമുക്ക് വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസിനും കാര്യങ്ങളിലോട്ടാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്പെസിഫിക്കേഷനിലോട്ട് മെയിനായിട്ട് പോകാം. ബൈക്കിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന വലിയൊരു അതിശയോക്തി എന്താണെന്ന് വെച്ചാൽ ദാണ്ട് ഈ ലാമ്പ് തന്നെയാണ്. നമുക്കിത് എൻജിൻ ഓൺ ചെയ്താലേ ഫുൾ ബീം കാണിക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ, വളരെ വിസിബിളായിട്ടുള്ള, നല്ല എക്സ്ട്രാക്ട് ചെയ്യുന്ന നല്ല പ്യുവർ വൈറ്റ് ലൈറ്റ്, നല്ല അടിപൊളി ഒരു ഹെഡ് ലാമ്പാണ്. അതേപോലെ തന്നെ റോഡ് പ്രസൻസ് ആണെങ്കിലും ഇതിന് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ബൈക്കിൻ്റെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ്. ഡുവൽ ചാനൽ ABS ആണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് 300 mm ഡിസ്ക്, അതേപോലെ തന്നെ ഗ്രിമേക്കയുടെ ABS സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ 230 mm ഡിസ്കും അതിൻ്റേതായ ഫങ്ഷനിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ എൻജിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഇതൊരു 200cc എൻജിനാണെന്ന് എല്ലാവർക്കും അറിയാം. അതെ, ഇതൊരു ട്രിപ്പിൾ സ്പാർക്ക് DTSI എൻജിനാണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് 18.74 Nm ടോർക്കും അതേപോലെ തന്നെ 24.5 bhp പവറുമാണ് ഈ വണ്ടിയുടെ എൻജിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓയിലിനെ കൂൾ ചെയ്യാൻ വേണ്ടിയുള്ള കൂളൻറ്റും അതേപോലെ തന്നെ ഓയിൽ കൂളിങ്ങിനുള്ള നോർമൽ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ടികൾക്ക് കൊടുത്തേക്കുന്നത് ഒരു 33 mm ഒരു USD ഫോർക്കാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ജെർക്കിയായിട്ടുള്ള റോഡിൽ കൂടെ ഒക്കെ ഞാനത് ഓടിച്ച് നോക്കി, നല്ല സ്മൂത്താണ് വണ്ടി. അതിൻ്റേതായ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് NSന് ആ ഒരു സ്പോർട്ടി സ്റ്റൈലും ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു നീറ്റ് കണ്ടീഷനാണ് ആ USD ഫോർക്കിനെ പറ്റി എടുത്തു പറയാനുള്ളത്. അതുപോലെ തന്നെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു നൈട്രോക്സിൻ്റെ മോണോഷോക്ക് സസ്പെൻഷനാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അതും കൊള്ളാം. സ്റ്റിൽ നമ്മൾ പഴയ NS കണ്ട പോലത്തെ തന്നെ സെയിം സ്പെക്കാണ്. വണ്ടി അടിപൊളിയായിട്ടുണ്ട്. വണ്ടിയുടെ സീറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വെൽ കുഷൻഡ് ആയിട്ടുള്ള സ്പ്ലിറ്റ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു കുഷനിങ്ങും കാര്യങ്ങളും അതേപോലെ അതിൻ്റെ മുകളിലത്തെ ഒരു സ്കിൻ ഫിറ്റൊക്കെ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ്. കരിയ പൾസറിൻ്റെ ആ ബാക്ക് ലോഗോ ഒക്കെ കാണിച്ചുകൊണ്ടുള്ള നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി തരുന്നുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ നമുക്കൊരു 120-130 കിലോമീറ്റേഴ്സൊക്കെ ഇരുന്ന് ഓടിക്കാൻ തക്കോണം നല്ല അടിപൊളി സീറ്റാണ്. അപ്പം NSൻ്റെ ടെയിൽ ടേഡി പ്രത്യേകിച്ച് വർണ്ണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ബാക്കിലെ ഈ ഒരു LED ടെയിൽ ടേഡി കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരുമാതിരിപ്പെട്ടവന്മാരുടെ ജീവൻ പോകുന്നത് അത്ര ഇതുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരാളൊന്ന് വണ്ടി റേസ് ചെയ്താൽ തന്നെ ഈ ബാക്കിലെ ടെയിൽ ടേഡി ഇത് കണ്ടു കഴിയുമ്പോൾ ഒന്ന് കൈ ഇറക്കും. അത്രത്തോളം ഭീകരനാണ് NS എന്ന് കാണിക്കുന്ന ആ ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുന്ന ടെയിൽ ടേഡിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഏകദേശം എല്ലാ കാര്യങ്ങളിലൂടെയും കടന്നുപോയി. ഇപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ മീറ്റർ അതേപോലെ തന്നെ സ്വിച്ചസ് കാര്യങ്ങളിലോട്ടാണ്. നമുക്കതിലേക്ക് കടന്നു വരാം. അപ്പോൾ ഈ മീറ്റർ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. മീറ്റർ കണ്ടോ, ഇത്രയും വെട്ടത്ത് സൂര്യൻ്റെ വെട്ടത്ത് നിന്നിട്ട് പോലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു മീറ്ററാണ്. അതിൻ്റെ ഇത് നമുക്ക് വരുമ്പോൾ ഗിയർ സെക്ഷൻ അതേപോലെ ഫ്യൂവലിൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഗിയർ പൊസിഷന് അതേപോലെ ABSൻ്റെ നോട്ടിഫിക്കേഷന്, ന്യൂട്രൽ അതേപോലെ ഓയിലിൻ്റെ ഇത് മെസ്സേജ്, റീഫ്യൂവലിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അത് സ്പെസിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒപ്പം 10x10 ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, 10x10 നാവിഗേഷന്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മീറ്റർ സ്പെസിഫൈ ചെയ്തേക്കുന്നു. സൈഡിൽ കാണാം ABSൻ്റേത്, എൻജിൻ്റേത്, എല്ലാവിധമായിട്ടുള്ള ഒരു ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു മീറ്ററാണ് ഈ പ്രാവശ്യം നമുക്ക് NS200-ലൂടെ കിട്ടുന്നത്. ഒപ്പം ഒരു ചെറിയ സസ്പെൻസും കൂടെ ഉണ്ട്. അതാണ്ട് നമുക്കൊരു ചാർജിങ് സോക്കറ്റ്, നല്ല ടൈറ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ എങ്ങനെ അടിപൊളിയല്ലേ വണ്ടി. അപ്പോൾ NS200-നെ സംബന്ധിച്ച് ഒരു ഫുള്ളി അപ്ഗ്രേഡ് ആയിട്ടുള്ള
ഒരു സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് ഇന്നെനിക്ക് നിങ്ങളുടെ മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത്. ഫസ്റ്റ് ടൈമാണ് ഒരു വണ്ടിയുടെ റിവ്യൂ എന്നുള്ള രീതിയിൽ എനിക്ക് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഒരു ചാനൽ, പ്രത്യേകിച്ച് ഞാനൊരു ലാൻഡ് എക്സ്പ്ലോററാണ്, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ പോയി എക്സ്പ്ലോർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു ബൈക്കിൻ്റെ എക്സ്പീരിയൻസിലോട്ട് വരുന്നത്. എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കമൻറ്റിൽ ധൈര്യപൂർവ്വം 2 തെറി എഴുതാനും മറക്കരുത്. കാര്യം എന്തുണ്ടെങ്കിലും നിങ്ങളുടെ ഇൻഫർമേഷൻ അനുസരിച്ച്, നിങ്ങളുടെ സജഷൻ അനുസരിച്ച് നമുക്ക് നമ്മുടെ ചാനൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. NSനെ സംബന്ധിച്ച് ഒരൊറ്റ വാക്കി പറയാനാണ്, ഒരു ഫുള്ളി അപ്ഗ്രേഡായിട്ടുള്ള ഒരു കിൻഡിൽ സാധനമാണ് തന്നേക്കുന്നത്. ഫുള്ളി LED സെറ്റപ്പിലോട്ടായിട്ടുണ്ട്, ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഇൻഡിക്കേറ്റർ, അതേപോലെ ഹാൻഡിൽ ക്ലിപ്സ് കാര്യങ്ങളെല്ലാം, മോഡ് സ്വിച്ച്, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഫുള്ളി അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വണ്ടിയായിട്ട് ഇപ്പം NS മാറിയേക്കുവാണ്. ഇറ്റ്സ് ടോട്ടലി എ സ്ട്രൈക്കിംഗ് ഡിവൈസ് നൗ. ഈ വണ്ടി ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് തന്നേക്കുന്നത് ചേതക് ബജാജ് തിരുവല്ല പുല്ലാട് ഷോറൂമുകൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്, അസിസ്റ്റൻസാണ്. അപ്പം അവരുടെ നമ്പർ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നല്ല സപ്പോർട്ട് ഉണ്ടാവും. നമ്മുടെ ചാനലിൻ്റെ പേരും കൂടെ പറയാമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. ഒരു നല്ല ഒരു സർവീസും കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. സ്പെഷ്യൽ താങ്ക്സ് ടു ചേതക് ബജാജ്.